രാജാതിരാജയ്ക്ക് ശേഷം ജയവാസുദേവ് മമ്മൂക്കാനെ വെച്ച് പണി ഒരു ക്രിഞ്ച് ഫെസ്റ്റ് പാഠം. ചെറിയാനെ വിട്ടു തരുന്നതിൽ ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. സ്റ്റാറിംഗ് മമ്മൂട്ടി, ഉണ്ണി മുകുന്ദൻ, മുകേഷ്, മഹിമ നമ്പ്യാർ, ഗോകുൽ സുരേഷ് ആൻഡ് സോ മെനി മോർ എന്ന് വെച്ചാൽ ഏകദേശം ഇത്രയും വരും. സോ ഗൈസ്, പടം തുടങ്ങുന്നത് ഒരു പാരലൽ യൂണിവേഴ്സിലെ കോളേജിലാണ്. ഇവിടെ 2 ഗ്യാങ് ഉണ്ട്. ഈ മണ്ടന്മാരുടെ ഗ്യാങ്ങിന്റെ പേരുള്ള ഒരു സംസ്ഥാനം മൊത്തം ഒരുമിച്ചൊരു കാലത്ത് തൂക്കിയതാണ്. എന്റെ രാമൻകുട്ടി, ഞാനോട് 100 പ്രാവശ്യം പറഞ്ഞ ആ പേര് മാറ്റാന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. കേട്ടാ തന്നെ തൊലിയുരിഞ്ഞു പോകുന്ന 2 മാസ് പേരുകൾ. റോയൽ വാരിയേഴ്സും രണ്ടാമത്തെ റിയൽ ഫൈറ്റേഴ്സും. മാസ് ഇത് ക്യാമ്പസ് പടം. അവിടെ 2 ഗ്യാങ്. അപ്പൊ ഇനി അടുത്ത എന്താ? അത് തന്നെ അവരുടെ ഫൈറ്റ്. തുടക്കം തന്നെ അടിയാന്ന്. റോയൽ വാരിയേഴ്സും റിയൽ ഫൈറ്റേഴ്സും കണ്ട അപ്പ അടിയാന്ന്. ഇത് നമ്മുടെ പ്ലാനറ്റായ എർത്തിൽ സംഭവിക്കാത്ത കാരണം തന്നെ അടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി 6 ആൾ നിരന്ന് നിൽക്കും ഒരു ടർഫിന്റെ ഉള്ളിൽ. ബാക്കിയുള്ള ടീച്ചർമാരും പ്രൊഫസർമാരും കുട്ടികളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇതിന്റെ പുറത്ത് നിന്ന് അടി കാണും. എന്താണ് കേട്ടത്? എന്തായാലും സിനിമയുടെ തമാശകളുടെ ഒരു നിലവാരം മനസ്സിലായല്ലോ. ഇനി അങ്ങോട്ട് അത് കൂടത്തേ ഉള്ളു. എന്തായാലും ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ അൾട്രാ ക്രിഞ്ച്. അങ്ങനെ നമ്മുടെ മുകേഷ് ഏട്ടൻ ഈ കോളേജിലെ പ്രൊഫസറാണ്. മുകേഷ് ഏട്ടന്റെ മോൻ റിയൽ ഫൈറ്റേഴ്സിന്റെ ലീഡർ റോഷനും. അപ്പൊ തന്നെ ഈ കഥയുടെ പോക്കൊന്ന് ഊഹിക്കാലോ. അതേ ഗൈസ്, ഈ അച്ഛനും മകനും കണ്ടാലും ഉണ്ടാറില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മുകേഷും ഭാര്യയും തമ്മിൽ ഡിവോഴ്സ്ഡ് ആയത് കാരണം അത് തന്റെ അച്ഛന്റെ പരിസ്ത്രീ ബന്ധം കാരണമാണ് തെറ്റിദ്ധരിച്ചാണ് റോഷൻ മുകേഷ് ഏട്ടനോട് മുണ്ടാതിരിക്കുന്നത്. ബാറ്റും ഹോക്കി സ്റ്റിക്കും ഒന്നും തമ്മിൽ തല്ലാനുള്ള ആയുധങ്ങളല്ല കേട്ടോ. മാഷ് ക്ലാസ്സിലേക്കല്ലേ, ആംബുലൻസ് വേണ്ടി വന്ന് അറിയിക്കാം. മനുഷ്യനായ കഴിഞ്ഞാൽ മോനെ റോഷൻ. അങ്ങനെ പുള്ളിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. അപ്പൊ ബാക്ക് ടു സ്റ്റോറി. ഇനി നമുക്ക് സിനിമയിൽ 1-2 തമാശകളൊന്ന് കണ്ടു നോക്കാം. ഒരു ദിവസം മുകേഷ് ക്ലാസ് എടുക്കാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ക്ലാസ്സിൽ ആൺപിള്ളേരൊന്നും കാണാനില്ല. അപ്പൊ ഇങ്ങേരി അവരൊക്കെ എവിടെ പോയി നോക്കും. അപ്പൊ പെൺപിള്ളേരൊക്കെ ഒരേ സ്വരത്തിൽ പറയും. ആൻഡ് ഇതിൽ ഹാസ്യമുണ്ട്. ഇവിടെ കുറെ ആൺപിള്ളേര് ടീച്ചറിനെ നോക്കി വാ പൊളന്നിരിക്കുന്നതിൽ ഹാസ്യമുണ്ട്. അറ്റ് ലാസ്റ്റ് ഒരു പ്രൊഫസർ അധ്യാപികയോട് സംസാരിക്കുമ്പോൾ കൺട്രോൾ പോകുന്നതിലും ഹാസ്യമുണ്ട്. ഫിലിപ്പിന്റെ പറി. വെറും ലോ ക്ലാസ്. പിന്നെ ബിജുക്കുട്ടനും പാശാണോ വെറുതെ അഡൾട്ട് ജോക്ക് പറയാൻ വേണ്ടി മാത്രം കുത്തിക്കയറ്റി. എന്നിട്ട് അവരാതല്ലാണ്ട് വേറെ ഒന്നും ഈറ്റിങ്ങളെ വായിൽ നിന്ന് വരില്ല. It's the biggest piece of dog shit that I have ever heard. ആണോ? നീ കലാമണ്ഡലം വാസന്തിയുടെ മോനാണോ? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വന്ന് പറ്റിക്കൂടി നിക്കറാ. ഞാനൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മാരട്ടാ. പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ മുതല് എന്റെ ഒരുപാട് കളഞ്ഞിട്ടുണ്ട്. എന്ത് ഉറക്കം? എന്നാ അവരതൊക്കെയാണ് ഈ തമാശ എന്ന് പറഞ്ഞ് കാണിച്ചു വെച്ചേക്കുന്നേ. മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേർ കയറിയിട്ട് കുഴപ്പം. മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേർ കയറി കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം പെൺപിള്ളേരും മദേഴ്സ് ആവും. സന്തോഷ് പണ്ഡിറ്റിനും സിനിമയിൽ വലിയൊരു റോള് തന്നെ ഉണ്ട്. പക്ഷെ ആ റോൾ എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഫണ്ണിന് തന്നെ ആയിരിക്കും. ഫണ്ണല്ലേ മെയിൻ. അങ്ങനെ ഇത് ആരുടേതെല്ലാം എഴുതി വെച്ചേക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എഴുതിയ ആളിനെ സ്ക്രീനിലേക്ക് ഇങ്ങ് വന്നേ. യൂണിവേഴ്സിൽ നടക്കുന്ന സിനിമകളിൽ ഇതൊക്കെ ചെറുതാണല്ലോ. അപ്പോൾ ഗൈസ്, റോയൽ വാരിയേഴ്സും റിയൽ ഫൈറ്റേഴ്സും ഒരു കൊടൂര ഫൈറ്റിലാണ് ഇപ്പോൾ. അതിന് കാരണം കലാതിലകം വേദികയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മഹിമ നമ്പ്യാരാണ്. സോ മഹിമ എസ് വേദിക. അപ്പോൾ വേദികയെ ആര് വളക്കുക എന്നാണ് ഇവരുടെ പ്രശ്നം. റിയൽ ഫൈറ്റേഴ്സിൽ നിന്നും റോഷനും റോയൽ വാരിയേഴ്സിൽ നിന്നും ഗോകുലും തല കുത്തി എന്നിട്ടും വേദിക വളയില്ല. അപ്പോഴാണ് ഉണ്ണികൃഷ്ണനായിട്ട് ഗോകുൽ സുരേഷ് വരിക. ആള് വന്നിട്ട് ഒരു പാട്ടങ്ങ് പാടുമ്പോൾ മഹിമക്ക് ട്രോല പഠിക്കും. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണന് മഹിമയെ ഇഷ്ടമല്ല. അത് പിന്നെ അങ്ങനെ ആണല്ലോ. വേണ്ടവർക്ക് കിട്ടൂല, വേണ്ടവർക്ക് കിട്ടും ചെയ്യും. വാട്ടവർ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ എച്ചോടി മുകേഷ് ഏട്ടൻ ഗോകുലിനെ വിളിച്ചിട്ട് വേദികക്ക് ഉണ്ണിയോട് ട്രൂലവാണ്, നീ ഒരു ജീവിതം കൊടുക്കണം എന്ന് പറയും. വേദികക്ക് ട്രൂലവാണെന്ന് കേട്ടും ഉണ്ണികൃഷ്ണൻ ട്രൂല പഠിക്കും. കാശുള്ള വീട്ടിലെ പെണ്ണിന്റെ മനസ്സല്ല അവൾക്ക്. തനിക്കൊരിക്കലും അവളൊരു ബാധ്യതയാവില്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? അല്ല ഡയറക്ടർ സാർ, എന്തായാലും നെപ്പോ കിട്ടുന്ന കിട്ടിയല്ലേ, അപ്പൊ ഒരു സുരേഷ് ഏട്ടൻ റെഫറൻസ് വേണ്ടേ? അങ്ങനെ മറ്റൊരു ദിവസം കോളേജിലെ പരിപാടിക്ക് ഗസ്റ്റ് ആയിട്ട് വേദിക കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വിളിച്ചിട്ടെടുക്കില്ല. അപ്പോൾ ലൊക്കേഷനൊക്കെ തപ്പിപ്പിടിച്ച് വേദികയുടെ ഫ്രണ്ട് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ
അവിടെ കാണുന്നത് ബിഫോർ മാർക്കോ. ഹി വാസ് എ അവിഹിതം പ്ലേ ബോയ്. അവിഹിതം ഇൻ ബ്രഹ്മം, അവിഹിതം ഇൻ മാസ്റ്റർ പീസ്. എനിക്ക് ആ വീഡിയോ ക്ലിപ്പിംഗ് കിട്ടണം. അവിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ്. അങ്ങനെ വേദികയുടെ ഫ്രണ്ട് ഉണ്ണിയും പ്രസിഡന്റും കൂടി അവിഹിതം കാണിക്കുന്നത് 4K ഷൂട്ട് ചെയ്യും. ബ്രോ വാട്ട് ദ ഫക്ക്, കർട്ടനെങ്കിലും റിമൂവ് ചെയ്യായിരുന്നില്ലേ? ഇവൻ ഇതിനൊക്കെ കാവൽ നിൽക്കുന്ന ഇങ്ങേരി പെണ്ണുമ്പുള്ള വീഡിയോ എടുക്കുന്നത് കാണുന്നില്ലേ? കഥയിൽ ചോദ്യമില്ല. എന്തായാലും CCTV നോക്കിയിട്ട് ഉണ്ണി ബ്രോ വീഡിയോ എടുത്ത് കണ്ടുപിടിക്കും. ഒറ്റയ്ക്കായിരുന്നില്ല. ഈ ബന്ധം അറിഞ്ഞ അവളുമാരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ണിമോന്തൻ അഥവാ ജോൺ തെക്കനും ഷാജോണും കൂടി ചേർന്ന് ഇതിലൊന്നും വലിയ പങ്കില്ലാത്ത ഗോകുലിനെ കാത്തു നിൽക്കുന്ന വേദികയെ ആദ്യം അങ്ങ് കൊല്ലും. എന്നിട്ട് ബോഡി എടുത്തുകൊണ്ട് ഈ കോളേജിലിടും. എന്നിട്ട് ഈ കൊന്നത് ഗോകുലാണെന്ന് പറഞ്ഞ് ഉണ്ണിമോന്തൻ പിറ്റേ ദിവസം തന്നെ ആദ്യം ഗോകുലിനെ അങ്ങ് അറസ്റ്റ് ചെയ്യും. എന്നിട്ട് കസ്റ്റഡിയിൽ വെച്ച് തൂക്കിക്കൊല്ലും. അരമണിക്കൂറിനകം ഉണ്ണികൃഷ്ണൻ ആത്മഹത്യ ചെയ്ത ന്യൂസ് എനിക്ക് കിട്ടിയിരിക്കണം. മരണം സ്വാഭാവികമായിരിക്കണം. ഉണ്ണികൃഷ്ണൻ ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റിന് ശേഷം ഇവര് പറയും ശരിക്കുള്ള പ്രതി റോഷനാണെന്ന്. എന്നിട്ട് ഒരു ബറ്റാലിയൻ പോലീസ് വന്നാൽ റോഷൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് പോകും. അവിടെ വെച്ച് പോലീസും സ്റ്റുഡൻസും തമ്മിൽ കോളേജിലൊരു യുദ്ധം നടക്കുമ്പോൾ ഡയറക്ടർ മമ്മൂക്കാനോട് പറയും ടൈമായി. അങ്ങനെ ബൂമറാങ് പോലത്തെ എറിഞ്ഞാൽ തിരിച്ചു വന്ന ക്ലാസ്സും വെച്ച് ഇക്ക ഈ കോളേജിൽ പുതിയ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാൻ വരികയാണ്. I am Edward Livingston. You are no English professor. എന്താ ലിവിങ്സ്റ്റൺ? Edward Livingston. കണ്ടിട്ട് തേവള്ളി പറമ്പ് ജോസഫ് അലക്സിനെ പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഇക്കാലം ഈ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഈ സിനിമയിൽ 4 ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. 1 റോഷനെയും അച്ഛനായ മുകേഷിനെ ഒന്നാക്കുക. 2 കണ്ടാൽ മിണ്ടാത്ത റോയൽ വാരിയേഴ്സിനെയും റോയൽ ഫൈറ്റേഴ്സിനെയും ഒന്നാക്കുക. ഇവിടെ റോയൽ വാരിയേഴ്സും ഇല്ല, റിയൽ ഫൈറ്റേഴ്സും ഇല്ല. സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. സ്റ്റുഡൻസ് ഗ്രൂപ്പ്. മൂന്ന്, അതങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ സിനിമ എങ്ങനെയാലും വലിച്ചു കിട്ടാൻ വേണ്ടി ഒന്ന് ഫ്ലിർട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് സമയങ്ങൾ കളയുക. ഇതെല്ലാം കഴിഞ്ഞ അവസാനം സമയം ഉണ്ടെങ്കിൽ ഈ കൊലപാതകത്തിൻ്റെ ഒക്കെ പ്രതിയെ കണ്ടുപിടിക്കുക. ഗൈസ്, ഇക്കാക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ? ചെയ്യാൻ കഴിയണമല്ലോ, ചെയ്യാൻ കഴിയുമല്ലോ, ചെയ്തല്ലോ. അങ്ങനെ ആദ്യത്തെ ടാസ്ക് ഇക്ക സിമ്പിളായിട്ട് ഒരു പാർട്ടിയിലൂടെ അങ്ങ് സെറ്റാക്കും. അങ്ങനെ ഇവർ ഹാപ്പിയായി. രണ്ടാമത്തെ ടാസ്ക് ഇക്കൊരു ഫൈറ്റിലൂടെ ഇന്റലിജൻസ് വെച്ച് അങ്ങ് സെറ്റ് ചെയ്യും. അങ്ങനെ റോയൽ വാരിയേഴ്സും റിയൽ ഫൈറ്റേഴ്സും ഒന്നായി ഗൈസ്. മൂന്നാമത്തേത് പിന്നെ പറയണ്ടല്ലോ. പക്ഷേ വാട്ട് കൈൻഡ് ഓഫ് ബുൾഷിറ്റ് ഈസ് ദിസ്? ഇന്റിമസി കണ്ടില്ലേ? ഇത് നെഞ്ചിൽ തറച്ച ബന്ധാ, പൊട്ടില്ല. ഓ വേണ്ട, ഇനി നമ്മളോടൊക്കെ ആർക്ക് താല്പര്യം കാണാൻ? താല്പര്യമുണ്ട്. മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. അതിലൊരറ മാത്രമേ ഞാനവിടെ തുറന്നു കൊടുത്തിട്ടുള്ളൂ. ബാക്കി 3 അറകളും കാലിയാണ്. യോ വെൽക്കം. കൊള്ള വെറുപ്പിക്കലൊന്നും പോരാഞ്ഞിട്ട് ആ പാവം ക്യാപ്റ്റൻ രാജുവിനെ പുറത്തുനിന്ന് വിളിച്ചു കൊടുന്ന് കുറേ കോമാളിത്തരം കാണിപ്പിച്ച് ഒന്നുകൂടി വലിപ്പിക്കും. എന്നിട്ടാണ് ക്ലൈമാക്സ്. അങ്ങനെ ഇതൊക്കെ കണ്ട് സഹിച്ച് ക്ലൈമാക്സ് എത്തിയ ഇക്ക 4ാമത്തെ ടാസ്കും ക്ലിയർ ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇക്കാടേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു നാടകമൊക്കെ കളിച്ച് ഷാജോണിനെ പിടിക്കും. എന്നിട്ട് ഷാജോണിനെ ഇടിച്ചു പിഴിഞ്ഞ് സത്യം മനസ്സിലാക്കും. അങ്ങനെ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഇക്ക പബ്ലിക്കിന് മുന്നിൽ വെച്ച് ഷാജോണിനെ കൊണ്ട് പറയിപ്പിക്കും ഷാജോണും ഉണ്ണിമുന്തനും ചേർന്നാണ് ഈ 2 കൊലപാതകം ചെയ്തതെന്ന്. അത് കേട്ടതും നമ്മുടെ ഉണ്ണി തോക്കെടുത്ത് ഷാജോണിനെ വെടിവെച്ചു കൊല്ലും. അവിടെ നിന്ന് പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. ഞാൻ പോകുന്നു. ബൈ ബൈ. അങ്ങനെ ഈ കൊടൂര ഫൈറ്റിന് ശേഷം ഉണ്ണിയൊക്കെ വെടിവെച്ച് കൊല്ലും. അല്ല, അപ്പൊ ഇങ്ങനെ കാണിച്ച ഇക്കാക്കെതിരെ കേസ് വരില്ലേ? ഇങ്ങനെ കാണിച്ചാ കേസ് വരും. പക്ഷെ വഴിയുണ്ട്, ട്വിസ്റ്റ് വെക്കാം. ദ അൾട്ടിമേറ്റ് ഉക്രി ക്ലൈമാക്സ് എങ്ങനെ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങളുടെ എഡി ശരിക്കും ആരാ? ആ എഡി നിങ്ങളുടെ പ്രൊഫസർ അല്ല. He's a police officer or a special investigation officer from the Central Force.
a daring, a dynamic police officer of iconic stature. Anto Anthony IPS. ഫ്രഷ്